ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ മുമ്പൊരു വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ ബാക്കിയാണ്. മഞ്ഞൾ കൃഷി വിളവും ഉണക്കുന്നതും പുഴുങ്ങുന്നതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ബാക്കി. ഞാൻ മഞ്ഞളിൻ്റെ ആവശ്യം നേരമൊന്നും പൊടീൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഉണക്കി നല്ലോണം സൂക്ഷിച്ചതായിരുന്നു. ഇപ്പോൾ മഞ്ഞൾപ്പൊടി തീർന്ന് കഴിഞ്ഞ വർഷത്തെ. അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ടെറസിൻ്റെ മുകളിലിട്ട് ഉണക്കിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് ആറ്റിയതിന് ശേഷം ഉണക്കിയതിന് ശേഷം ആകെ 1 മണിക്കൂർ വെയിൽ കൊണ്ടാൽ മതി. കാരണം എന്തെങ്കിലും വൃത്തികേട് എന്തെങ്കിലും പൊടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ എന്നുകൊണ്ട് ചെയ്യുന്ന. എന്നിട്ട് പൊടിപ്പിക്കണം. ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് മാത്രം പൊടിപ്പിക്കുന്ന ഇനിയുണ്ട്. ഇത് ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന. പിന്നെ എൻ്റെ മഞ്ഞൾ വീഡിയോ, കൃഷീൻ്റെ വീഡിയോ ഇടുമ്പോൾ ഇത്രയൊന്നും സബ് ഉണ്ടായിരുന്നില്ല. എനിക്കിൻ്റെ പകുതിയും സബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ പേര് പുതുതായിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈവിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അവരൊന്നും എൻ്റെ മഞ്ഞൾ കൃഷി വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഴയ മഞ്ഞൾ കൃഷിയുടെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്. മഞ്ഞളിൻ്റെ അളവൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ മുഴുവനായിട്ട് തീർന്നു. കടയിൽ നിന്നൊന്നും വാങ്ങിക്കില്ല കേട്ടോ പൊടി. ഇതന്നെ ഉണക്കി വെച്ചത് കൊണ്ട് പൊടിപ്പിക്കാമെന്ന് വിചാരിച്ച ആവശ്യം വരുമ്പോൾ. ഒരു 3-3.5-4 കിലോ വരെ ഉണക്കിയതുണ്ട്. അത് ആവശ്യം വരുമ്പോൾ എടുത്ത് പൊടിപ്പിക്കാമല്ലോ. നല്ലോണം ഉണക്കിയതല്ലേ. പരമാവധി എത്ര ഉണങ്ങാനുണ്ട് അത്രയും ഉണക്കിയതാണ്. കാരണം 2-3 വർഷമെല്ലാം ഉപയോഗിക്കാം. അത്രയ്ക്ക് ഉണക്കി. ഇനിയിപ്പോൾ മഞ്ഞൾ കൃഷിയുണ്ട്, ഈ വർഷത്തേക്കുണ്ട്. ഞാൻ നട്ട് അതും കൂടെ എന്ത് ചെയ്യണം, വിത്തിനാക്കണം. അത് പിന്നെ ഞാൻ പൊടിപ്പിക്കാൻ ഉണക്കുന്നില്ല. എന്താണോ വല്ലാത്തൊരു റിസ്ക്കാണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. മുഴുവനായൊന്നും വീഡിയോ കാണിച്ചില്ല, എന്നാലും നിങ്ങൾക്കൊക്കെ അറിയാം അതിന് വല്ലാത്തൊരു പണി തന്നെയാണ്. ഇതൊക്കെ ഉണക്കി വെക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും പൈസ കൂടുതൽ വാങ്ങുന്നതെന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടീൻ്റെ വിലേനെക്കാട്ടും കൂടുതൽ അധ്വാനമുണ്ട്. ഇതൊക്കെ എടുത്തവർക്കേ മനസ്സിലാവും ഇതിൻ്റെ ബുദ്ധിമുട്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് പോവാം. വാ കാണാമല്ലോ. ചിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര വെയിൽ കൊണ്ട് ഒന്നും കാണുന്നില്ല ക്യാമറയിലും. അതാ പിന്നെ വെയിൽ മങ്ങിയ സമയത്ത് വേഗം ഒന്ന് ചിക്കിയതിന് എടുത്തതാണ്. ഇത് മുത്തുമണികളെ നമ്മളെ മഞ്ഞൾ ഉണക്കാനിട്ടത് നല്ലോണം വെള്ളമൊക്കെ ആറി ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പൊടിപ്പിക്കാൻ കൊണ്ടുപോകാൻ പോകുന്നട്ടാ. പിന്നെ ഏകദേശം ഒരു 1.25 കിലോ നമുക്ക് പൊടിക്കുമ്പോൾ മില്ലിൽ നിന്നൊന്നുകൂടി തൂക്കി നോക്കിയിട്ട് ഞാൻ പറയട്ടെ എത്ര ഉണ്ടെന്ന്. ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കൊണ്ടുപോകട്ടെ എന്തായാലും. പിന്നെ 3.5 കിലോളം ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ബാക്കിയുള്ളതാട്ടെ. ഇനിയും ബാക്കിയുണ്ട്. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഇങ്ങനെ കഴുകി ഉണക്കി പൊടിപ്പിക്കാമല്ലോ. ഇത് എൻ്റെ ഒരു സുമാറ് കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 1.25-1.5 ഇടയിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. പൊടി കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞാനെന്നാൽ പോയി വരട്ടെ. എന്നിട്ട് പിന്നെ പൊടിച്ച വീഡിയോയും കൂടി എടുത്തിട്ട്, പൊടീൻ്റെ വീഡിയോയും കൂടി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. തൂക്കവും പറഞ്ഞുതരാം. ഞാൻ പൊടിപ്പിച്ച് വരുന്നവരെ കാത്തിരിക്കട്ടോ. ഞാനിത് മഞ്ഞളൊക്കെ പൊടിപ്പിച്ച് വീട്ടിലെത്തി അളവിലിട്ട് വെക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റം വന്നിട്ടോ. എന്തായാലും ഒരു 1.5 കിലോൻ്റെ താഴെയല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ 1.5 കിലോ കറക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ട്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പഴയ മഞ്ഞൾ കൃഷീൻ്റെതും മഞ്ഞൾ കിളക്കുന്നത്, പിന്നെ വേറെ ഒരു വീഡിയോ ഉണ്ട് മഞ്ഞൾ നന്നാക്കുന്നത് പുഴുങ്ങുന്നതൊക്കെ ഉണ്ട്. 2 വീഡിയോ ഉണ്ട്. കുറേ ആയി ഇട്ടിട്ട്. ഇതിപ്പോൾ പൊടിപ്പിക്കാൻ ആവശ്യം വന്നപ്പോൾ പൊടിപ്പിച്ചതാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും പിന്നെ അതും കൂടി പോയി കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയി വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.